അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ പോയി ഭഗവാനെ അല്ലേ ദർശനമൊക്കെ കണ്ട് തിരിച്ചു വന്നിട്ടാണ്. നല്ല തിരക്കുണ്ട്, എന്നാലും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾക്ക് നല്ല രീതിയിൽ ദർശനം കിട്ടി, കാണാൻ പറ്റി. ഭയങ്കര സന്തോഷമുണ്ട് കേസ്. അപ്പോൾ എന്തായാലും ഇനി പാൽപ്പായസത്തിന് കൊടുത്തിട്ടുണ്ട്, അത് പോയി വാങ്ങണം. അപ്പോൾ അടിപൊളിയായിട്ട് കേസ്. നമ്മൾ വീട് ഇരുന്നിട്ട് ഭഗവാനെ പോയി കാണണമെന്നുണ്ടായിരുന്നു, അത് ആഗ്രഹം നിറവേറി. ഇനി കുറേ അമ്പലങ്ങളിലേക്ക് പോകണം എന്നുള്ള നേർച്ചകളൊക്കെ ഉണ്ട്, അതൊക്കെ ഇനി ഓരോന്നായിട്ട് ചെയ്യണം. അപ്പോൾ ഇനി നമുക്ക് ഗുരുവായൂരിലെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണാം അല്ലേ തമ്മേ. അപ്പോൾ മണ്ഡലകാലം തുടങ്ങിയ ശേഷമുള്ള നമ്മുടെ ഗുരുവായൂർ ഇങ്ങനെയാണ് കേസ്. നല്ല തിരക്കാണ്, കാരണം അയ്യപ്പസ്വാമിമാരുടെ തിരക്കുമുണ്ട്. പിന്നെന്താ പറയുക, കച്ചവടക്കാരട്ടോ കേസ്. ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു തിരക്കായിരുന്നു ഇന്ന് വന്നപ്പോൾ കണ്ടത് കേട്ടോ. വൈകുന്നേരം ഫുൾ ക്രൗഡാണ് ഇവിടെ, കാരണം രണ്ട് സൈഡും കച്ചവടം. ഹിന്ദിക്കാരും അങ്ങനെയുള്ള ചേച്ചിമാരും അമ്മമാരും ഒക്കെ ആയിട്ടുള്ളൊരു കച്ചവടങ്ങളാണ് ഇവിടെ കാണാൻ പറ്റുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ തെക്കേ നടൻ്റെ അവിടെ വണ്ടിയൊക്കെ നിർത്തിയിട്ട് ആ വഴി അങ്ങനെ ഉള്ളിൽ കയറിയിട്ട് കേസ്. അപ്പോൾ അമ്പലത്തിൽ ഭഗവാനെ തൊഴുതാൻ പോകുന്ന തിരക്കാണ്, നല്ല തിരക്കുണ്ട് ഇന്നത്തെ ദിവസം. പിന്നെ ഈ ചുമർ ചിത്രങ്ങളുണ്ടല്ലോ, അതിപ്പോൾ പുതിയതായിട്ട് ഇവിടെ വരച്ചതാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട്, അത് നല്ല രീതിയിൽ ഓരോ കണ്ണൻ്റെ ഓരോ ഭാവങ്ങളും കഥകളും ഒക്കെയാണ് ആ ചുമരിൽ വരച്ച് വെച്ചിരിക്കുന്നത് കേട്ടോ. രാവിലെ 5 മണിക്ക് തന്നെ ഞങ്ങൾ എണീറ്റിട്ട് കേസ്. ഞങ്ങൾ നിധി റെസിഡൻസി പറഞ്ഞിട്ടുള്ള ഒരു ഹോട്ടലിലാണ് താമസിച്ചത്. അപ്പോൾ ഇതാണ് നമ്മുടെ മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് ആണ് കേട്ടോ. അപ്പോൾ സ്വാമിമാരുടെ തിരക്കാണ്. രാവിലെ എണിച്ചത് നമ്മൾ മറ്റേ ശബരിമലയിൽ നിന്ന് തിരിച്ചു വരുന്നവരാണ് തോന്നുന്നു കേട്ടോ. സ്വാമിമാരാണ് ഫുള്ളായിട്ട് കേട്ടോ ഇവിടെയൊക്കെ. ഇതൊന്നും പോയിട്ടില്ലേ? കച്ചവടങ്ങൾ എല്ലാതരം കച്ചവടങ്ങളും. അപ്പോൾ രാവിലെ 5 മണിക്ക് ഞങ്ങൾ മഞ്ജുളാലിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ട് കേസ്. ഗുരുവായൂർ നഗരസഭയുടെ നേരെ ഫ്രണ്ടിലുള്ള മഞ്ജുലാളിൽ വന്നു. ഇവിടെ നല്ല രസമാണ് ഈ രാവിലെ എണിക്കുന്നതിന് മുമ്പ് ആ ഭഗവാന്റെ കണ്ടില്ലേ ഗരുഡൻ്റെ ആ വെളിച്ചം. പിന്നെ ഞങ്ങളൊരു ചായ കുടിക്കാൻ വേണ്ടി പോവുകയാണ്. പോവാം. പക്ഷെ ഇന്ന് നല്ല തിരക്കാണ്. ക്ഷേത്രത്തിലെ സ്വാമിമാരുടെയൊക്കെ ഭയങ്കരമായ തിരക്കാണ്. എന്തായാലും ദർശനം പോയി നിന്ന് കണ്ടിട്ട് വരാട്ടെ കേസ്, ഭഗവാനെ കണ്ടിട്ട് വരാം. എங்கே പോയി വണ്ടി നിർത്തും? അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ പോയി ഭഗവാനെ അല്ലേ ദർശനമൊക്കെ കണ്ട് തിരിച്ചു വന്നിട്ടാണ്. നല്ല തിരക്കുണ്ട്, എന്നാലും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾക്ക് നല്ല രീതിയിൽ ദർശനം കിട്ടി, കാണാൻ പറ്റി. ഭയങ്കര സന്തോഷമുണ്ട് കേസ്. അപ്പോൾ എന്തായാലും ഇനി പാൽപ്പായസത്തിന് കൊടുത്തിട്ടുണ്ട്, അത് പോയി വാങ്ങണം. അപ്പോൾ അടിപൊളിയായിട്ട് കേസ്. നമ്മൾ വീട് ഇരുന്നിട്ട് ഭഗവാനെ പോയി കാണണമെന്നുണ്ടായിരുന്നു, അത് ആഗ്രഹം നിറവേറി. ഇനി കുറേ അമ്പലങ്ങളിലേക്ക് പോകണം എന്നുള്ള നേർച്ചകളൊക്കെ ഉണ്ട്, അതൊക്കെ ഇനി ഓരോന്നായിട്ട് ചെയ്യണം. അപ്പോൾ
ഇനി നമുക്ക് ഗുരുവായൂരിലെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണാം അല്ലേ സൗമ്യ? അങ്ങനെ കുറേ നേരം ഞങ്ങൾ കുട്ടികളുടെ ഡാൻസൊക്കെ കണ്ടിട്ട് പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഗൈസ്. അപ്പോൾ കുറേ വീട്ടിലേക്ക് എന്തെങ്കിലും ഷോപ്പിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വന്നാണ്. എന്തെങ്കിലും വിളക്കുകളൊക്കെ അവിടെ ഗുരുവായൂർ പോയിട്ട് വാങ്ങണമെന്ന് സൗമ്യക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വന്നിട്ട് ഓരോ കടകളിൽ ഇങ്ങനെ നമ്മുടെ ഗുരുവായൂരിൻ്റെ കിഴക്കേ നടയുടെ ഫ്രണ്ടിൽ തന്നെ ഒരുപാട് കടകളുണ്ടല്ലോ. അപ്പോൾ അവിടെ നിന്ന് എന്തെങ്കിലും വിളക്കോ എന്തെങ്കിലും വാങ്ങാൻ വേണ്ടി നിന്നു കേട്ടോ. അവിടെ കുറേ 1-2 വിളക്ക്, പിന്നെ നമ്മളെ വാതിലിൻ്റെ ഫ്രണ്ടിൽ തൂക്കുന്ന എന്താ പറയുക നെറ്റിപ്പട്ടങ്ങൾ ചെറുത്, അങ്ങനെ കുറേ സംഭവങ്ങൾ വാങ്ങിയിട്ട് ഞാൻ ഭഗവാന്റെ ഫ്രണ്ടിൽ വന്നിട്ട് അവിടെ വന്ന് തൊഴുതി കുറേ നേരം നിന്നു. വീണ്ടും കേസ് ഇനി പാൽപ്പായസമൊക്കെ വാങ്ങാൻ പോകണം. അപ്പോൾ നമ്മൾ കൂവളമരത്തിൻ്റെ അവിടെ എത്തിയപ്പോൾ നമ്മുടെ ഡാൻസ് കളിക്കുന്ന കുട്ടികളുണ്ടല്ലോ, അവർ അവിടെ പ്രാക്ടീസ് ചെയ്യുന്ന കാഴ്ചകളൊക്കെ അവിടെ ഉണ്ട് കേസ്. അവർ ഓരോ അടുത്ത ഡാൻസിന് വേണ്ടി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെയും കുറേ നേരം നിന്നു കിട്ടാൻ നല്ല രസമുണ്ടായിരുന്നു. എന്താ പറയുക, അവർ അവരുടെ ഓരോ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് കളിച്ചിട്ടും പിന്നെ ഫോട്ടോ ഷൂട്ടും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഭഗവാന്റെ അടുത്ത് യാത്ര പറഞ്ഞ് ഞങ്ങൾ പോവാണ് അല്ലേ സൗമ്യ? പാൽപ്പായസമൊക്കെ വാങ്ങിയില്ലേ? ശരി, അപ്പോൾ നമുക്ക് ഇനി അടുത്ത വരവിൽ കാണാം അല്ലേ? അങ്ങനെ ഞങ്ങൾ വീടെത്തിയിട്ട് ഒന്ന് ടൗണിലേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ക്രിസ്മസിൻ്റെ പരിപാടികളൊക്കെ ഞങ്ങളുടെ വീടിനടുത്തുള്ളൊരു പള്ളിയാണ്, പുഴക്കലിലൊരു പള്ളിയാണ് കേട്ടോ. അവിടെ പാൻറ്റുമേളവും എന്താ പറയുക അപ്പൂപ്പനൊക്കെ ആയിട്ടുള്ള പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. നേരെ സ്റ്റേഡിയം എത്തിയപ്പോൾ ഇവിടെയും ഭയങ്കരമായ പരിപാടി കേട്ടോ. നമ്മുടെ സ്റ്റേഡിയം ഗ്രൗണ്ട് ഉണ്ടല്ലോ, അവിടെയും അപ്പൂപ്പന്മാരൊക്കെ വേഷമൊക്കെ കെട്ടിയിട്ട് ഇവിടെ റാലിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കുറേ നേരം കണ്ടു നിന്നു. അപ്പോൾ ഈ കാണുന്ന ഗരുഡൻ്റെയൊക്കെ ഇത് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ പാലക്കാട് മുനിസിപ്പൽ ഗ്രൗണ്ടിലാണ് കേട്ടോ. അവിടെ വേൾഡ് ഓഫ് ഗാർഡൻ, അതായത് പുഷ്പമേള വരികയാണ് കേട്ടോ കേസ്. അപ്പോൾ അതിൻ്റെ അപ്ഡേഷൻ ഒന്ന് ഇതിൻ്റെ കൂടെ ചേർക്കുകയാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഞങ്ങളുടെ തറവാട്ട് അമ്പലത്തിൽ പൂജയായിരുന്നു കേട്ടോ. അപ്പോൾ പാട്ട് എന്ന് പറയും, അപ്പോൾ പാട്ടിനിരിക്കുക എന്ന് പറയട്ടെ. എല്ലാ ഡിസംബറിലും നമ്മൾ ഡിസംബർ 25 വരെയുള്ള 2-3 ദിവസത്തെ പരിപാടിയാണ്. അപ്പോൾ അവിടെ പോയി ദേവിയെ തൊഴുതി ഇതാണ് ക്ഷേത്രം കേസ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേസ്.